ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കൂലി സിനിമ അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനിവിടെ വീടെത്തിയിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ പൊന്നടാവേ തിയേറ്റർ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പോള വിഷയമാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് നെഗ്. ആദ്യം കേരളത്തിലെ ആൾക്കാർക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. 100 ഭാഷ 100 പടയപ്പ കഥ തിരക്കഥ സംഭാഷണം ഉച്ചം ഉഷ്ണയന മൂഞ്ചി കൃഷ്ണ. ഇന്റർവെല്ലിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന് കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുന്നേന്ന് പോയി. ജയിലറിന് താഴെയും വരും, പക്ഷെ വേട്ടയിന് ജസ്റ്റ് മുകളിലും വരും, അത്രേ ഉള്ളൂ. ഇതാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ അവസ്ഥ. തമിഴ്നാട്ടിലോട്ട് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഇത് തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. தளபதிக்கு தான் கொஞ்சம் தெரிஞ்சிருது. படம் ஃபர்ஸ்ட் ஹாஃப் சூப்பர், செகண்ட் ஹாஃபும் சூப்பர்னு சொல்ல முடியல. சூப்பர் படம். ஒரு கேரக்டர் ஆமீர் கானும் சரி, கன்னட ஆக்டர் அவரும் சரி, எல்லாருமே ஈக்குவல் ரோல் கொடுத்துருக்காங்க. ட்விஸ்ட்லாம் ஒன்றும் ட்விஸ்ட் அவ்வளோவா இல்லை ப்ரோ. மற்றபடி நான் எல்லா லாங்குவேஜில் இருக்கிற கேரக்டர் கொடுத்துருக்காங்க. மற்றபடி வேறு ஒன்றும் நல்லா இருக்கு படம். ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എൻ്റെ പൊന്നോ, ഇത്രയും സ്റ്റാർ കാസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ തന്നെ ഒരു ഇമ്പാക്റ്റ് പടത്തിന് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റാർ കാസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു അവിയൽ കുഴഞ്ഞ പോലെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് കേട്ടോ. പടപടയെന്ന് അങ്ങും ഇങ്ങും ആയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പടപടയെന്ന് സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു പോവാണ്. ആ സാധനം ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ലോകേഷ് കനകരാജ് സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോ എന്തായാലും ഈ ഒരു പടത്തിനകത്ത് ഇല്ലായിരുന്നുള്ളതാണ് ഇത്രയും നെഗ് വരാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിലോട്ട് വരുവാണെങ്കിൽ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയില്ല, ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിൻ്റെ തുടക്കം തന്നെയാണെങ്കിൽ രജനീകാന്തിന് പുതിയൊരു ടൈറ്റിൽ കാർഡ് കൊടുത്തിട്ട് നമ്മുടെ വിജയുടെ ഒക്കെ ഒരു സാധനം കാണിക്കത്തില്ല, അതുപോലത്തെ ഒരു പുതിയൊരു ടൈറ്റിൽ കാർഡൊക്കെ കൊടുത്തിട്ട് ആദ്യം തന്നെ സൂപ്പർ സ്റ്റാർ രജനി, സ്റ്റൈൽ മന്നൻ. അപ്പോൾ രജനീകാന്തിൻ്റെ അടുത്ത് ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, പുള്ളിയുടെ സ്റ്റൈല് സ്വാഗ് സാധനങ്ങളൊക്കെ തുടക്കത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെക്കാനെ കൊണ്ട് ഈ ആദ്യം കാണിച്ച ഒരു ടൈറ്റിൽ കാർഡിനെ പറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പടം അങ്ങോട്ട് തുടങ്ങി. രജനീകാന്തിൻ്റെ ഒരു ഇൻട്രോ സീനുണ്ട്. ആ ഇൻട്രോ സീന് അനിരുദ്ധിൻ്റെ മ്യൂസിക്കൽ വിളയാട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം ഒന്നുമല്ല, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര കിടിലായിട്ട് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഫസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് രജനീകാന്തിൻ്റെ. മക്കളെ, അത് സാധനമായിരുന്നു. കാര്യം വെച്ചാൽ പക്കാ സിനിമാറ്റിക് സാധനമാണ്. അങ്ങനെ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അങ്ങനെയൊന്നുമല്ല. സിനിമയെ സിനിമാറ്റിക് ആയിട്ട് തന്നെയല്ലേ കാണേണ്ടത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നൈസ് കിടില സാധനം തന്നെയാണ് ഫസ്റ്റ് ഫൈറ്റ് സീനൊക്കെ. പിന്നീട് അങ്ങോട്ടുള്ള സെക്കൻഡ് ഹാഫിലാണെങ്കിലുള്ള ഒരു ഫൈറ്റ് സീൻ എനിക്ക് മാത്രം തോന്നിയാണോ എന്നറിയത്തില്ല, ഒരു ഫൈറ്റ് സീന് സെക്കൻഡ് ഹാഫിലെ പല സാധനങ്ങളും ഒരു ഇച്ചിരി വലിഞ്ഞ് നീണ്ടു പോയ പോലത്തെ ഒരു സാധനം എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ ഒരു പടത്തിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, അതായിരിക്കും ഇത്ര ഇതാക്കിയിട്ട് സ്റ്റോറി ഇവിടെ നിർത്തിയിട്ട് സെക്കൻഡ് പാർട്ടിലോട്ട് വെക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഒരൊറ്റ പാർട്ടിൽ തന്നെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിലോട്ട് നോക്കാം. ആദ്യം രജനീകാന്ത്, പുള്ളിയുടെ ആ ഒരു സ്റ്റൈല് സ്വാഗ് എല്ലാം കിടിലുമായിട്ട് തന്നെ സാധനം ഈ ഒരു പടത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഉപേന്ദ്ര, എൻ്റെ മക്കളെ, പുള്ളിയുടെ ഒരു ഇൻട്രഡക്ഷൻ സീനുണ്ട്. അതിന് അനിരുദ്ധ് കൊടുത്തേക്കുന്നൊരു മ്യൂസിക് ഉണ്ട്. പോളിക്കാച്ച് സാധനം തന്നെയായിരുന്നു കേട്ടോ ഉപേന്ദ്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നാഗാർജുന, പുള്ളി ഇതിനകത്തിലെ ആ ഒരു കഥാപാത്രം ഞാൻ വിചാരിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സാധാരണ ലോകേഷിൻ്റെ സിനിമകളിലെ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഭയങ്കര ഒരു കിടിലമായിട്ട് ആക്കാറുണ്ട്. പക്ഷേ അത്രത്തോളം ആക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും ഇല്ല, എന്നാലും ഓക്കെയാണ്, നൈസ് തന്നെയായിരുന്നു നാഗാർജുനയുടെ. പിന്നെ സത്യരാജ്, ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയായിട്ട് കണക്ഷൻ നമുക്ക് കിട്ടാനെ കൊണ്ട് കുറച്ചധികം ടൈം എടുക്കും. കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു സാധനം കാണിക്കുന്നുണ്ട്, ഒരു സെൻറ്റി പോലത്തെ ഒരു സാധനം, അത് സാഡ് BGM വന്നിട്ട് എനിക്കങ്ങോട്ട് വിഷമിക്കണോ അത് എന്തിനാണ് വിഷമിക്കണ്ടേ എന്നൊക്കെ മനസ്സിലാവാത്ത പോലത്തെ ഒരു സാധനം വരുന്ന തുടക്കത്തിൽ. പിന്നീട് ഈ ഒരു സത്യരാജിൻ്റെ ക്യാരക്ടറിലോട്ട് വരുമ്പോഴത്തേക്കിന് പുള്ളിക്ക് അത്രത്തോളം ഉള്ള ഒരു ഇമ്പാക്റ്റ് സാധനങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എന്തൊക്കെയോ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ഭീകരമായിട്ട് കാണിക്കാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൗബിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് സൗബിൻ നമ്മുടെ മലയാളത്തിൽ നിന്ന് പല ആൾക്കാർ അന്യഭാഷാ ചിത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്കിന് ഇപ്പം മണിച്ചേട്ടൻ്റെ ആണെങ്കിലും വർമ്മൻ, നമ്മുടെ വിനായകൻ്റെ അത്രയും ക്യാരക്ടേഴ്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ തീർച്ചയായിട്ടും വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വർമ്മൻ്റെ ക്യാരക്ടർ വിനായകൻ ചെയ്തേക്കുന്ന ആ ക്യാരക്ടറാണ് ഈ മൈ എന്നുള്ള സാധനം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ സൗബിൻ്റെ കാര്യത്തിൽ അത് ഫീൽ ചെയ്യൂല. പക്ഷേ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുള്ളിയുടെ മാക്സിമം തന്നെ ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രുതി ഹസൻ, ഞാൻ ഇടയ്ക്ക് ഒരുത്തൻ്റെ വീഡിയോ കണ്ടാണ്, അവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ശ്രുതി ഹസൻ അസ് യൂഷ്വൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത്ര വെറുപ്പിലായിട്ട് തോന്നിയില്ല, നന്നായിട്ട് തന്നെ ശ്രുതി ഹസൻ ചെയ്തിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം തോന്നുന്നു ശ്രുതി ഹസൻ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ അമീർ ഖാൻ, എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് ഈ സിനിമ കാണാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമീർ ഖാൻ തന്നെയായിരുന്നു. കാര്യം വർഷത്തിൽ ഒരു പടം മാത്രം സെലക്റ്റീവായിട്ട് എടുത്ത് ചെയ്യുന്ന മനുഷ്യനാണ് അമീർ ഖാൻ. ഈ ഒരു പടത്തിന് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. പിന്നീട് അമീർ ഖാൻ ആണെങ്കിൽ
ഈ പടത്തിലോട്ട് രജനികാന്ത് അദ്ദേഹത്തോടുള്ള ആ ഒരു ഭയങ്കര ഫാൻഡം ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് നേരെ എസ് പറയായിരുന്നു എന്നൊക്കെയായിരുന്നു ആ ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഓഡിയോ ലോഞ്ചിൽ ആ ഒരു ഫാൻ ബോയ് എന്നൊരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ക്യാരക്ടർ മാനറിസംസും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തിലെ അമീർ ഖാൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരാളുടെ വീഡിയോ കണ്ടാണ് അമീർ ഖാൻ ആണെങ്കിൽ വേസ്റ്റ് നല്ലൊരു കോമാളിയാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. സംഭവം തുടക്കത്തിൽ അമീർ ഖാൻ്റെ ഒരു ഇൻട്രോ സീൻ കാണിക്കുന്നുണ്ട്, ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്, നിങ്ങൾ ആ ട്രെയിലറിനകത്ത് കണ്ട തന്നെ. അപ്പം അത് ഈ പറയുന്ന പോലെ അത്ര സംഭവമാണെന്ന് ചോദിച്ചാൽ സംഭവമൊന്നുമില്ല. പക്ഷേ അമീർ ഖാൻ വന്നേക്കുന്ന അല്ലെങ്കിൽ അമീർ ഖാന് നമ്മുടെ രജനികാന്ത്, ഉപേന്ദ്ര ഇവരെല്ലാം കൂടെ ഉള്ള ഒരു ബീഡിയുടെ ഒരു സാധനമുണ്ട് മക്കളെ. ഉയ്യോ, ഈ സ്റ്റാർ കാസ്റ്റ് ഈ സ്റ്റാർഡത്തിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെറും 2 സെക്കൻഡിൻ്റെ ഒരു സാധനമുണ്ട്, വെറും 2 സെക്കൻഡ് ഒരു വീഡിയോ കത്തിക്കുന്നത്. അത് പൊളിക്കാച്ച ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ പണ്ടത്തെ ഭാഷ, പേട്ട അങ്ങനെ കുറേ സിനിമകളുടെയൊക്കെ ഒരു റെഫറൻസ് ഈ ഒരു സിനിമയ്ക്കകത്താണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും നല്ല രീതിയിൽ, അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഫീൽ ചെയ്യും. കുറേ ഫ്ലാഷ് ബാക്ക് പറയുന്ന ആ ഒരു സാധനം അതും ഓക്കെ ആയിരുന്നു. പിന്നെ ആ തേയുടെ കുറേ സാധനമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ രജനികാന്തിനെ ചെറുപ്പമാക്കാനെ കൊണ്ടുള്ള. ഞാൻ തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വിക്രത്തിൻ്റെ ഒരു ടച്ചിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്, പക്ഷേ അതിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ആറാട്ടായിരുന്നു ഈ ഒരു പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ, എല്ലാം കിടിലമായിരുന്നു. പിന്നെ മോണിക്ക സോങ്, ആ മോണിക്ക സോങ് അവിടെ ആ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു സോങ്ങിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, പാട്ട് കൊള്ളാം. സൗബിനും അല്ലെങ്കിൽ പൂജ ഹെഗ്ഡെയൊക്കെ ആണെങ്കിൽ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിൽ എന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്തു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്ക്രീൻ പ്ലേയിൽ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, ഇനി ലോകേഷ്, എൻ്റെ പൊന്നണ്ണ, നിങ്ങളുടെ പടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളാണെങ്കിൽ തിയേറ്ററിൽ ഇൻ്റർവെല്ലിന് വന്നിട്ട് എല്ലാവരും കൂടെ എണീച്ച് നിൽക്കും, എണീച്ച് ഞാൻ നിർത്തും, അതാണ് ഞാൻ നിങ്ങൾക്ക് വരുന്ന ഉറപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എക്സ്പെക്ടേഷൻ കൂടി ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരൂലേ. അങ്ങനെയുള്ള ഒരു പടം കാണാൻ വന്നപ്പോൾ ഞാൻ തിയേറ്ററിൽ ഒരാൾ പോലും എണീച്ച് നിൽക്കുന്ന കണ്ടില്ല. ഇതെന്തോന്നരേ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പോകുന്ന ഞാൻ കണ്ടു. പക്ഷേ അണം പഠിക്കണ്ട, പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നൈസായിട്ട് ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു പടം ഒരു ഷോറീൽ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. കാര്യം ഒരു കുറേ സ്റ്റൈല് സ്വാഗ് ഇതൊക്കെ കാണിക്കുന്ന ഒരു ഷോറീൽ പോലത്തെ ഒരു സാധനമാണ്. ഈ സ്റ്റോറിയിനകത്ത് കുറച്ച് സ്റ്റോറി ലൈനുകളങ്ങനെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ്. പക്ഷേ അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്ന ഒരു എന്താ പറയുക, കുറേ അങ്ങും ഇങ്ങൊക്കെ ഒരു അവിയിൽ കുഴഞ്ഞ പരുവത്തിൽ അങ്ങും ഇങ്ങും കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സംഭവം നൈസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. അത്ര ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ലോകേഷ് പടങ്ങൾ കാണുന്ന പോലത്തുള്ള ഹൈ അത്രയും ഭീകരം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനൊരു മീറ്റർ താഴെ തന്നെയാണ് ഈ ഒരു പടം നിൽക്കുന്നത്. പക്ഷേ നൈസ് പടം തന്നെയാണ്. എന്താണെങ്കിലും ഈ പടം കണ്ടിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.